10 വർഷം 2 വട്ടം ഒരേ ഒരു ലക്ഷ്യം. സ്വന്തക്കാരെ തിരികെ കയറ്റുക, അഴിമതി ആഘോഷമാക്കുക. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തെരുവിലും പിൻവാതിലിലൂടെ പാർട്ടി കേഡർമാർ ശീതീകരിച്ച ഓഫീസുകളിലും എത്തുന്ന ഈ വിചിത്രമായ കേരള മോഡൽ ആരെ പറ്റിക്കാനാണ്? റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും നിയമനം കിട്ടാതെ കണ്ണീരോടെ മടങ്ങുന്ന യുവാക്കളെ നോക്കി പരിഹസിക്കുന്ന ഈ സർക്കാരിന് അവർക്ക് പറയാൻ വികസനത്തിന്റെ ഒരു തുരുത്തെങ്കിലും ഉണ്ടോ? അതോ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഒരു മഹാസമുദ്രം മാത്രമാണോ ഇവർ ഇവിടെ പടുത്തുയർത്തിയത്? രണ്ട് പിണറായി സർക്കാരുകളുടെ കാലാവധി അവസാനിക്കാറായ ഈ ഘട്ടത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ തൊഴിൽ കുംഭകോണത്തിന്റെ ചുരുളഴിയുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വികസനത്തെ കുറിച്ചല്ല, മറിച്ച് അധികാരത്തിന്റെ മറവിൽ നടത്തുന്ന പച്ചയായ വഞ്ചനയെ കുറിച്ചാണ്. അല്ലെങ്കിലും പിണറായി സർക്കാരിൽ എന്ത് വികസനം, അല്ലെ? ആദ്യം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരാം. സർക്കാർ കാലാവധി തീരാൻ പോകുമ്പോൾ എന്തിനാണ് ഇത്ര തിരക്ക്? ഉത്തരം ലളിതമാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുമ്പ് പരമാവധി പാർട്ടിക്കാരെ സർക്കാർ ശമ്പളത്തിൽ സുരക്ഷിതമാക്കുക. സിമാറ്റ് കേരള വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? 11 പേരുടെ ഒരു ലിസ്റ്റ് നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്താൻ വേണ്ടി മന്ത്രിസഭയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. മാനദണ്ഡങ്ങൾ നോക്കിയോ? ഇല്ല. യോഗ്യത നോക്കിയോ? ഇല്ല. നോക്കിയത് ഒരേ ഒരു കാര്യം മാത്രം: ഇവർ പാർട്ടിക്കാരനാണോ? സീഡിറ്റ് IT മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കേണ്ട സ്ഥാപനം. അവിടെ വർഷങ്ങളായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന പാർട്ടിക്കാരെ സ്ഥിരപ്പെടുത്താൻ ഗൂഢനീക്കം നടത്തുന്നു. ഇതിനെതിരെ ഹൈക്കോടതിക്ക് വരെ ഇടപെടേണ്ടി വന്നു. 10 വർഷം പൂർത്തിയാക്കിയവരെ മാനുഷിക പരിഗണനയിൽ സ്ഥിരപ്പെടുത്താമെന്ന പഴയ കോടതി വിധിയിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് അർഹതയില്ലാത്തവരെ അകത്ത് കയറ്റുകയാണ്. സഹകരണ വകുപ്പിലെ കൊള്ള നോക്കാം. ഏറ്റവും ഒടുവിൽ വന്ന വാർത്താ നിക്ഷേപ ഗ്യാരണ്ടി ആ ഫണ്ട് ബോർഡിൽ നിന്നാണ്. ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ നിന്നാണ്. ഏറ്റവും ഒടുവിൽ വന്ന വാർത്താ നിക്ഷേപ ഗ്യാരണ്ടി ഫണ്ട് ബോർഡിൽ നിന്നാണ്. ഒരു മന്ത്രി നേരിട്ട് പങ്കെടുത്ത യോഗത്തിലാണ് പുതിയ 5 തസ്തികകൾ സൃഷ്ടിച്ചത്. അസിസ്റ്റന്റ് മാനേജർ മുതൽ വാച്ച്മാൻ വരെ. എന്തിനാണ് ഈ തിരക്ക്? അവിടെയും ഉണ്ട് പാർട്ടിക്കാരെ തിരികാൻ കസേരകൾ ഒരുക്കി വെച്ചിരിക്കുന്നു. മുതിർന്ന ഉദ്യോഗസ്ഥർ ഫയലിൽ വേണ്ട എന്ന് എഴുതിയിട്ടും മന്ത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഫയലുകൾ നീങ്ങുകയാണ്. കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൽ 14 ദിവസ വേതനക്കാരെ സ്ഥിരപ്പെടുത്താനായി നീക്കം നടക്കുന്നു. അവിടെ PSC റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് എന്നത് ഓർക്കണം. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കോച്ചിങ്ങിന് പോയി രാപ്പകൽ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളെ നോക്കുകുത്തിയാക്കിയാണ് ഈ പകൽ കൊള്ള ഇവിടെ നടക്കുന്നത്. നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2016 എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇത്. 10 വർഷം കഴിയുമ്പോൾ എന്താണ് ശരിയായത്? അഴിമതിയുടെ അളവ് ശരിയായി, വിദേശ യാത്രകൾ ശരിയായി, സ്വന്തക്കാർക്ക് ജോലി കൊടുക്കുന്ന രീതി ശരിയായി, പോക്കറ്റ് വീർപ്പിക്കുന്ന കാര്യം ശരിയായി, കുടുംബം നന്നാക്കുന്ന കാര്യം ശരിയായി. ഒന്നാം പിണറായി സർക്കാർ 2016 തൊട്ട് 21 വരെ. ആദ്യ ടൈമിൽ നമ്മൾ കണ്ടത് സ്വപ്ന സുരേഷിന്റെയും സ്വർണ്ണക്കടത്തിന്റെയും കഥകളാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നു. ലൈഫ് മിഷൻ എന്ന പാവപ്പെട്ടവർക്കുള്ള ഭവന പദ്ധതിയിൽ വരെ കോടികളുടെ കോഴ നടന്നുവെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി. പ്രളയ ഫണ്ട് തട്ടിപ്പ് നടന്നത് നമ്മൾ കണ്ടു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന്റെ ഫണ്ടിൽ പോലും കൈയിട്ട് വാരാൻ മടിക്കാത്തവർ ഇനി രണ്ടാം പിണറായി സർക്കാർ. 2021 മുതൽ ഇതുവരെ. രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ അഹങ്കാരം ഇരട്ടിയായി. കേരയിൽ എന്ന പേരിൽ ജനങ്ങളുടെ പറമ്പിൽ മഞ്ഞക്കുറ്റി അടിച്ച് അവരെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചു. ജനങ്ങൾ എതിർത്തപ്പോൾ പിന്നോട്ട് പോയി. പിന്നെ ഫണ്ടില്ലല്ലോ. പിന്നെ നമ്മൾ കണ്ടത് നവകേരള സദസ് എന്ന പേരിൽ കോടികൾ പൊടിച്ചു നടത്തിയ വിനോദയാത്രയാണ്. സാധാരണക്കാരന് പെൻഷൻ കൊടുക്കാൻ കാശില്ല, പക്ഷെ മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ, കോടികളുടെ ബസ് വാങ്ങാൻ, ആ ബസ് വെറുതെ ഉപേക്ഷിക്കാൻ കാശുണ്ട്. നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്. ഡിജിറ്റൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഉത്തർപ്രദേശും തമിഴ്നാടും കർണാടകയും വ്യവസായങ്ങളെ ആകർഷിക്കാൻ മത്സരിക്കുമ്പോൾ കേരളം എവിടെ നിൽക്കുന്നു? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിക്ഷേപകർ ക്യൂ നിൽക്കുമ്പോൾ കേരളത്തിൽ സംരംഭം തുടങ്ങാൻ വരുന്ന പ്രവാസികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നു, പിന്നെ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്തുകൊണ്ട്? കാരണം ഇവിടുത്തെ ചുവപ്പ് നാടിയും പാർട്ടി ഗുണ്ടായുസവും തീർന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഈ ഒരു പിണറായി സർക്കാരിന്റെ ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ് ആണ്. ദേശീയ തലത്തിൽ ഇന്ത്യ ലോകത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ കേരളം കടക്കണിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഓരോ മലയാളി കുട്ടിയുടെയും തലയിൽ ലക്ഷക്കണക്കിന് കടബാധ്യതയാണ് ഈ സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നോട്ട് കുതിക്കുമ്പോൾ കേരളത്തെ പിന്നോട്ട് വലിക്കുന്നത് ഈ സ്വജനപക്ഷപാതം കൂടിയാണ്. യോഗ്യതയുള്ളവർ നാട് വിടുന്നു. വിദേശത്തേക്ക് കുടിയേറുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അവർക്ക് ഭാവിയില്ല എന്ന് അവർ തിരിച്ചറിയുന്നു. നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവസ്ഥ സമ്മതിക്കില്ലല്ലോ. ജോലി വേണമെങ്കിൽ ഒന്നുകിൽ ലക്ഷങ്ങൾ കോഴയായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് വേണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിടഞ്ഞ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ കണ്ടിരുന്നോ? LGS ഉദ്യോഗാർത്ഥികൾ, CPO റാങ്ക് ലിസ്റ്റിലുള്ളവർ, ഇവരൊക്കെ എന്താണ് ചോദിച്ചത്? ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിൽ വന്നവരാണ്, ഞങ്ങൾക്ക് ജോലി തരൂ എന്ന്. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? നിങ്ങൾ സമരത്തിനിരുന്നാൽ ജോലി തരില്ല എന്ന്.
എന്തൊരു ധിക്കാരമാണിത്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് തന്റെ നാട്ടിലെ യുവാക്കളോട് ഇത്രയും ക്രൂരമായി സംസാരിക്കാൻ കഴിയുന്നത്? റാങ്ക് ലിസ്റ്റുകൾ കാലാവധി തീർന്ന് റദ്ദാകുന്നു, എന്നാൽ പിൻവാതിലിലൂടെ പാർട്ടി കേഡർമാർ ജോലിയിൽ പ്രവേശിക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്താൽ അവരെ ദേശവിരുദ്ധരാക്കുന്നു, അല്ലെങ്കിൽ സംഘിപ്പട്ടം ചാർത്തുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടി ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് PSC പരീക്ഷ എഴുതുന്നു, റാങ്ക് ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് വരുന്നു. പക്ഷെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും നിയമനമില്ല. അന്വേഷിച്ച് ചെല്ലുമ്പോൾ അറിയുന്നു ആ തസ്തികയിലേക്ക് പാർട്ടിക്കാരനായ ഒരാളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചു എന്ന്. ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ആ കണ്ണീരിന് ഈ സർക്കാർ മറുപടി പറയേണ്ടി വരും. പക്ഷെ മിണ്ടില്ല, കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കും. പിൻവാതിൽ നിയമനം മാത്രമല്ല ഈ സർക്കാരിന്റെ മുഖമുദ്ര, AI ക്യാമറ അഴിമതി. റോഡിലെ സുരക്ഷയുടെ പേരിൽ കോടികളുടെ ക്യാമറകൾ സ്ഥാപിച്ചു. അതിന്റെ കരാർ പോയത് മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്കും പാർട്ടിക്കാർക്കും വേണ്ടപ്പെട്ട കമ്പനികൾക്കുമാണ്. K-ഫോൺ, പാവപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയ പദ്ധതി എവിടെ എത്തി? കോടികൾ ചെലവാക്കി, പക്ഷെ പ്രയോജനം ആർക്കും കിട്ടിയില്ല. അവിടെയും അഴിമതിയുടെ മണം. മാസപ്പടി വിവാദം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു സ്വകാര്യ കമ്പനി ജോലി ചെയ്യാതെ മാസപ്പടി നൽകിയെന്ന വാർത്ത കേരളത്തെ ഞെട്ടിച്ചതാണ്. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മൗനം മാത്രമേ ഉള്ളൂ. ഈ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു പുതിയ വലിയ ഫാക്ടറി വന്നോ? ഇല്ല. 10,000 പേർക്ക് ജോലി കിട്ടുന്ന ഒരു പദ്ധതി ഉണ്ടായോ? ഇല്ല. ഉണ്ടായത് മുഴുവൻ പാർട്ടിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ്. ഇതെന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ കഴിയുമോ? പാവപ്പെട്ടവർക്ക് ഇതിനെതിരെ സംസാരിക്കാൻ ഭയമാണ്. ഭാഗ്യത്തിന് നമ്മുടെ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുണ്ട്. പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ ഹൈക്കോടതി പലവട്ടം കർശനമായി താക്കീത് നൽകിയിട്ടുമുണ്ട്. ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കോടതി. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയുടെ ഉമാദേവി കേസ് വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ടും കേരള സർക്കാർ ആ വിധിയിലെ ലൂപ്പ് ഹോളുകൾ തിരയുകയാണ്. കോടതിയെ പോലും കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ഭരണഘടനയോട് കാണിക്കുന്ന അനീതിയാണിത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ആകണമല്ലോ. എന്നാൽ പിണറായി സർക്കാരിന്റെ നിയമം എന്നത് പാർട്ടിക്കാർക്ക് സൗകര്യപ്രദമായി വളച്ചൊടിക്കാനുള്ള ഒന്നാണ്. കേരളം ഒരു പാർട്ടി സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു. പോലീസിൽ പാർട്ടിക്കാർ, സിവിൽ സർവീസിൽ പാർട്ടിക്കാർ, യൂണിവേഴ്സിറ്റികളിൽ പാർട്ടിക്കാർ, വൈസ് ചാൻസലറുടെ നിയമനത്തിൽ പോലും ഗവർണറോട് പോരടിക്കുന്നത് എന്തിനാണ്? സ്വന്തക്കാരെ VC-മാരായി ഇരുത്താൻ വേണ്ടിയല്ലേ? ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മിണ്ടാൻ ഭയമാണ്. ചിലപ്പോ ജീവൻ പോയേക്കും. വിദ്യാഭ്യാസ രംഗം തകർന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കുട്ടികൾക്ക് വിദേശത്തേക്ക് പലായനം ചെയ്യുന്നു. ഇവിടെ ഡിഗ്രി പാസ്സായാൽ ജോലി കിട്ടില്ലെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഈ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ കേരളത്തെ ഒരു വൃദ്ധസദനമാക്കി മാറ്റിയിരിക്കുകയാണ്. യുവാക്കൾക്കെല്ലാം വിദേശത്ത് പോകണം. നാട്ടിൽ നിൽക്കുന്നത് പാർട്ടിക്കാർ മാത്രമാണ്. ഈ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും അറുതി വരുത്തേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഓരോ മലയാളിയും ശബ്ദമുയർത്തണം. ഇത് കേവലം രാഷ്ട്രീയമല്ല, നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കേരളം ഇന്ന് തീർച്ചയായും ഒരു വൃദ്ധസദനമാണെന്ന് പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ട, സത്യമാണ്. എത്ര പറഞ്ഞാലും തീരാത്തത്രയും വലിയ അഴിമതി കഥകളാണ് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഭരണത്തിന് പറയാനുള്ളത്. ഭരണ തുടർച്ച എന്നത് അഴിമതി തുടരാനുള്ള ലൈസൻസായി ഇവർ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ അവസാന നിമിഷ പിൻവാതിൽ നിയമനങ്ങൾ നമ്മൾ തടഞ്ഞേ മതിയാകൂ. നമ്മുടെ സഹോദരങ്ങളുടെ, മക്കളുടെ ഭാവി ഈ പാർട്ടിക്കാർക്ക് തീരെഴുതി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ത്യ വികസിക്കുമ്പോൾ കേരളം ഈ രീതിയിൽ നശിക്കാൻ പാടില്ല. എന്നാലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യൂ. ഓരോ ഉദ്യോഗാർത്ഥിയിലേക്കും ഇതെത്തട്ടെ. അവർ അറിയട്ടെ അവർക്ക് ലഭിക്കേണ്ട ജോലി ആരൊക്കെയാണ് തട്ടിയെടുക്കുന്നത് എന്ന്. എന്തായാലും മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.